ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള തേക്കുമരം കണ്ടെത്തി. പാലക്കാട് വടക്കുംചേരിയിൽ നിന്നാണ് തേക്കുമരം ഉത്സവാന്തരീക്ഷത്തിൽ ഭക്തി നിർഭരമായി ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. മാർച്ച് 29 ശനിയാഴ്ച താന്ത്രിക വിധി പ്രകാരം പൊടിയിൽ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. കുന്നത്തൂരിൽ ധ്വജപ്രതിഷ്ഠാ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. പൂത്താലത്തിന്റെയും വാദ്യമേളത്തിന്റെയും പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളുടെ അകമ്പടിയോടുകൂടി ഗോവിന്ദാപുരം ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കും. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ പണിപ്പുരയിലേക്ക് എത്തിക്കും. 7 മാസത്തോളം എടുത്ത് 36 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന് ഏകദേശം $1.5 കോടിയോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിൽ തെളിഞ്ഞു വന്ന വിഷയമാണ് ഭഗവാന് ധ്വജപ്രതിഷ്ഠ എന്നുള്ള രീതിയിൽ ഹിതമുണ്ടെന്നും അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതും. നമ്മൾ ക്ഷേത്രത്തിൻ്റെ കലശത്തിന് ശേഷം നമ്മൾ ഏകദേശം 6ാമത്തെ ഉത്സവമാണ്, 4ാമത്തെ ഉത്സവമാണ് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പം നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരധ്വജപ്രതിഷ്ഠ എന്നുള്ളൊരു സംവിധാനം വേണമെന്നും ഭഗവാന്റെ ഹിതമനുസരിച്ച് നമ്മൾ തന്ത്രിയെ പോയി കണ്ടു. തന്ത്രിയുടെ സമ്മതത്തിന് ശേഷമാണ് ഭക്തജനങ്ങളുമായി സംബന്ധിച്ച് അവരുടെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പുനരുദ്ധാരണ കമ്മിറ്റി എന്ത് ചെയ്തത്, ഈ മഹത് കർമ്മത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ധ്വജപ്രതിഷ്ഠയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു തേക്കുമരമാണ് സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുക. അപ്പം അതിന് ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായിട്ടുള്ള അളവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഈ തേക്കുമരത്തിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥപതിനെ പോയി കണ്ടു. സ്ഥപതി നമുക്ക് എന്ത് ചെയ്തു, അതിൻ്റെ രീതിയിലുള്ള കണക്കുകളൊക്കെ തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, തേക്കുമരം അന്വേഷണം തുടങ്ങി. ഏകദേശം 3-4 മാസത്തിൽ മേലെ തേക്കുമരം അന്വേഷണം നടത്തി നമുക്ക് അനുയോജ്യമായിട്ടുള്ള തേക്ക് ഇപ്പോൾ സുഖേട്ടൻ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലെ വടക്കുംചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അനുയോജ്യമായി കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്മിറ്റികൾ പോയി കണ്ടു, തൃപ്തിപ്പെടുത്തി. അതിൻ്റെ ചടങ്ങുകൾ, കാപ്പുകെട്ടങ്ങളൊരു ചടങ്ങുണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞു. ഇനിയുള്ളത് അത് താന്ത്രിക വിധി പ്രകാരം അതിനെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യ കാർമ്മികത്വത്തിൽ വൃക്ഷപൂജ ചെയ്ത് അതിൻ്റെ മരത്തിനെ നിലം തൊടാതെ വേണം എന്ത് ചെയ്യാൻ, ഈ തേക്കുമരം മുറിച്ച് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ. അപ്പോൾ മാർച്ച് 29 ശനിയാഴ്ച രാവിലെ 10:30-ക്കാണ് ക്ഷേത്രം തന്ത്രി പൊതിയിൽ ശ്രീ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വൃക്ഷപൂജ മരച്ചുവട്ടിൽ നടക്കും. 29 മാർച്ച് അത് ശനിയാഴ്ച നമ്മളത് മുറിക്കും. ഒരു വലിയ ചടങ്ങോട് കൂടിയിട്ടാണ് അത്. പിന്നെ 30 29 വൈകുന്നേരം പരൂരമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ അത് കൊടുന്നു നിർത്തും. 30 കാലത്ത് 8 മണിക്ക് അവിടുന്ന് ഭക്തജനങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയോട് കൂടിയിട്ട് കുന്നത്തൂരിൽ നിന്ന് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് കാലപ്പൊലി പൂത്താലത്തോട് കൂടിയിട്ട് ഭക്തജനങ്ങൾ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഗോവിന്ദപുരത്തിൻ്റെ ഈ സർക്കിളിലുള്ള എല്ലാ അമ്പലങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇതിൽ പങ്കെടുക്കും. നേർക്കുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KB സുകുമാരൻ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ പുലിയത്ത്, സെക്രട്ടറി ശ്യാം പനമുക്കിൽ, ജോയിന്റ് ട്രഷറർ MG സുരേഷ്, ജോയിന്റ് സെക്രട്ടറി ബൈജു നടുവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.